പെയിൻ ആൻഡ് പാലിയേറ്റീവിനായി ഒരു നാട് മുഴുവൻ ഒന്നിച്ചു. വളാഞ്ചേരിയിലാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ എല്ലാവരും ഒന്നിച്ചത്. വളാഞ്ചേരി മുക്കിലപീടിക നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒത്തുകൂടൽ. പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ നൂതന പദ്ധതിയുമായാണ് വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മുന്നിട്ടിറങ്ങിയത്. വളാഞ്ചേരി മുക്കിലപീടിക നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒത്തുകൂടൽ. വളാഞ്ചേരി നഗരസഭയിലെ 19, 20, 21 വാർഡുകളിലെ മുക്കിലപീടിക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടം കൂട്ടായ്മ പാട്ടും പറച്ചിലുമായാണ് ഒത്തുചേർന്നത്. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. വളാഞ്ചേരി നഗരസഭയിലും പരിസരത്തുമായി 350ഓളം രോഗികൾക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും മെഡിക്കൽ പരിചരണവും മറ്റ് സേവനങ്ങളും ചെയ്തു കൊടുക്കുന്ന സംവിധാനത്തിന് മാസം 3 ലക്ഷത്തോളമാണ് ചിലവ് വരുന്നത്. ഇതിന്റെ പകുതി പോലും സംഭാവനയായി ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്ത രീതിയിൽ ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമം കൂട്ടായ്മ നടത്തിയത്. വളാഞ്ചേരി പാലിയേറ്റീവിന് വിഭവ സമാഹരണത്തിന് വേണ്ടി ഒരു പുതിയ നൂതനാശയം ഈ നാട്ടുകാർ സംഘടിപ്പിച്ചതാണ്. സത്യത്തിൽ ഇതിപ്പോൾ വിഭവ സമാഹരണത്തിനപ്പുറം തന്നെ ഒരു ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയായി മാറി എന്നുള്ളതാണ്. ഞങ്ങൾ ഈ നഗരസഭയിൽ മാത്രമല്ല, തൊട്ടടുത്ത ഇരുമ്പിളത്തെയും അതുപോലെ തന്നെ കുറ്റിപ്പുറത്തെയും ഒക്കെ ആളുകൾ വന്നുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ വളരെ രസകരമായി തോന്നിയത് നാട്ടുകാരായിട്ടുള്ള കുട്ടികളുടെ പാട്ട്, ഡാൻസ്, അതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ. നാട്ടുകാരും വളാഞ്ചേരിയിൽ നിന്നും പുറത്തുനിന്നും എത്തിയ അതിഥികൾ ചെറുതും വലുതുമായ സാമ്പത്തിക സഹായമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്കായി നൽകിയത്. 3,60,000 രൂപയാണ് ഇതുവഴി ലഭിച്ചത്. ഒന്നിച്ചിരിക്കാനും മിണ്ടിപ്പറയാനും സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചിരുന്ന പഴയകാല പ്രതാപത്തെ വീണ്ടെടുക്കുകയായിരുന്നു നാട്ടുകാർ. MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി, നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, കൗൺസിലർമാർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പാട്ടും ഡാൻസും ചിത്രം വരയും മരിച്ചുപോയ കാരണവന്മാരുടെ ഫോട്ടോ പ്രദർശനവും മുതിർന്നവരുടെ കൂടിയിരുത്തം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങളും കൂട്ടായ്മ നൽകി. ഒന്നിച്ചു കൂടിയവരെല്ലാവർക്കും ഭക്ഷണവും ഒരുക്കിയിരുന്നു. പാലിയേറ്റീവ് കെയറിനായി ഒന്നിച്ചത് ഒരു നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.